കക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിൽ ആരും വലിയ മോശമൊന്നുമല്ല. അതിൻ്റെ റേഞ്ച് അനുസരിച്ച് വ്യത്യാസമുണ്ടെന്ന് മാത്രം. വലിയേട്ടൻ സ്വർണം കക്കുമ്പോൾ ചെറിയേട്ടൻ ഉരുളി വെക്കും CPI-ക്കാർ. ആകെ ഒന്നും കിട്ടാത്ത പാവം നമ്മുടെ ശശീന്ദ്രന് മാത്രമേ ഉള്ളൂ. കാരണം കക്ഷി ഫോറസ്റ്റ് വകുപ്പാണ്. അതിലുള്ള മരമൊക്കെ നമ്മുടെ അന്തപ്പ മുതലാളി വെട്ടിക്കൊണ്ടുപോയി. ആരാ, ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നില്ല. ഒരു ചാനലിൽ ഇത് നമ്മളൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അന്തപ്പ മുതലാളിയൊക്കെ വെട്ടിക്കൊണ്ടുപോയതുകൊണ്ട് ശശീന്ദ്രന് മാത്രം വനംവകുപ്പിനൊന്നും കിട്ടുന്നില്ല. കേരളം ഭരിക്കുന്ന പാർട്ടി കക്കാവുന്നിടത്തോളം കേരളത്തിന് കക്കും. അവസാനം ഒന്നും കിട്ടാതെ വന്നാൽ അയ്യപ്പന്റെ സ്വർണം കക്കും. കേന്ദ്രം ഭരിക്കുന്നത് ഇന്ത്യ മുഴുവൻ കക്കും. ഇങ്ങനെ രണ്ട് കൊള്ളക്കാർ ഇവിടെ അധികാരം പിടിക്കാനും അധികാരം നിലനിർത്താനും ശ്രമിക്കുമ്പോൾ ഒരു നഗരത്തിന്റെ സൗന്ദര്യമുള്ള മുഖം പ്രദാനം ചെയ്യാനാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ ശബരിയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ സമീപിക്കുന്നത്. നമ്മുടെ നഗരത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കണം, നല്ല റോഡുകൾ ഉണ്ടാവണം, റോഡ് ടാർ ചെയ്തതിന്റെ വിറ്റിയെന്ന് കുത്തിപ്പൊളിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം, തെരുവിളക്കുകൾ കത്തണം, തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കണം. അതോടൊപ്പം ഇന്ത്യയിലെ വൻകിട നഗരങ്ങളോടൊപ്പം കിടപിടിക്കുന്ന ഒരു നഗരമായി തലസ്ഥാനത്തിനെ മാറ്റാൻ നമുക്ക് കഴിയും. അതാണ് ശ്രീ ശബരിയുടെ നേതൃത്വത്തിലെ ഹൈടെക് മുഖമുള്ള സ്ഥാനാർത്ഥി പട്ടിക തന്നെ പാർട്ടി കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ആദ്യമായി പ്രചരണ രംഗത്തേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കഴിഞ്ഞു. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അതിശക്തമായി പോരാടണം. ശബരിമലയിൽ സ്വർണം കെട്ടവർ, അയ്യപ്പന്റെ യോഗദണ്ഡും രുദ്രാക്ഷമാല പോലും സ്വർണം പൂശാൻ വേണ്ടി അടിച്ചു മാറ്റിയവർ, അവർക്ക് ഇനിയും കേരളത്തിന്റെയോ നഗരസഭയുടെയോ ഭരണമേൽപ്പിക്കാൻ പാടില്ല. പിന്നെ കക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിൽ ആരും വലിയ മോശമൊന്നുമല്ല. അതിൻ്റെ റേഞ്ച് അനുസരിച്ച് വ്യത്യാസമുണ്ടെന്ന് മാത്രം. വലിയേട്ടൻ സ്വർണം കക്കുമ്പോൾ ചെറിയേട്ടൻ ഉരുളി വെക്കും CPI-ക്കാർ. ആകെ ഒന്നും കിട്ടാത്ത പാവം നമ്മുടെ ശശീന്ദ്രന് മാത്രമേ ഉള്ളൂ. കാരണം കക്ഷി ഫോറസ്റ്റ് വകുപ്പാണ്. അതിലുള്ള മരമൊക്കെ നമ്മുടെ അന്തപ്പ മുതലാളി വെട്ടിക്കൊണ്ടുപോയി. ആരാ, ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നില്ല. ഒരു ചാനലിൽ ഇത് നമ്മളൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അന്തപ്പ മുതലാളിയൊക്കെ വെട്ടിക്കൊണ്ടുപോയതുകൊണ്ട് ശശീന്ദ്രന് മാത്രം വനംവകുപ്പിനൊന്നും കിട്ടുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഡെയിലി വേജസുകാരായതുകൊണ്ട് അവരുടെ കാര്യം കട്ടപ്പോവുകയാണ്. ഇതാണ് ഇവിടെ കേരളത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് നാളെ ഒരു അസംബ്ലി ഇലക്ഷനിൽ UDF അധികാരത്തിൽ വരുമ്പോൾ ആ UDF-മായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഭരണസമിതി നമ്മുടെ നഗരത്തിലുണ്ടാകണം. ഒരു ശാപമോക്ഷം ഈ നഗരത്തിന് ലഭിക്കണം. നമ്മൾ അഭിമാനത്തോടെ പറയുന്നു, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണം വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട ദളിത് കുടുംബത്തിൽ പിറന്ന ശ്രീ കുഞ്ഞിരാമനെ മേയറാക്കിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായി തിരുവനന്തപുരത്ത് വരുമ്പോൾ അന്ന് മേയർ ശ്രീ കുഞ്ഞിരാമനാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി ദേവസ്വം വകുപ്പ് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ഏൽപ്പിച്ചത്, ശ്രീ വെള്ള ഈശ്വരനെ ഏൽപ്പിച്ചത് ശ്രീ K. കരുണാകരൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ്. ദളിത് വിഭാഗത്തിനും പിന്നോക്കക്കാർക്കും സ്ത്രീകൾക്കും വേണ്ടി എന്ന് നിലകൊണ്ട പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, തീർച്ചയായിട്ടും ഇവിടെ ഭരണത്തിൽ UDF വരണം. ഇന്നിപ്പോ 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുവെങ്കിൽ ഇവിടെ നമ്മുടെ ഘടകകക്ഷി നേതാക്കന്മാരുണ്ട്, ശ്രീ റഷീദ് ഉൾപ്പെടെയുള്ളവരുണ്ട്. നാളെ കാലത്ത് തന്നെ ഘടകകക്ഷികളുടെ ചർച്ച പൂർത്തീകരിച്ച്, ഏതാണ്ട് എല്ലാം ആയിക്കഴിഞ്ഞു എങ്കിലും പൂർത്തീകരിച്ച് നാളെ 12 മണിക്ക് തന്നെ ജില്ലാ കോർപ്പറേഷന്റെ കോർ കമ്മിറ്റി ചേർന്ന് അവശേഷിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ 101 സീറ്റിലും UDF-ന്റെ സ്ഥാനാർത്ഥികൾ റെഡിയായി തന്നെ മുന്നോട്ട് പോകും. അവരെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. തിരുമലയിൽ മത്സരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി മഞ്ജുള ദേവിയെ അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കണം.
മറ്റ് സ്ഥാനാർത്ഥികളുടെ കാര്യം അവരവരുടെ വാർഡിൽ ചെല്ലുമ്പോൾ പറയുന്നതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിഗംഭീര തുടക്കത്തിന് മുൻകൈയെടുത്ത ബ്ലോക്ക് കമ്മിറ്റിയെയും എല്ലാത്തിനും നേതൃത്വം നൽകുന്ന DCCയെയും അഭിനന്ദിച്ചുകൊണ്ട്